അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. താങ്ക് യു മിനിസ്റ്റർ പ്രതികരിച്ചതിന്. അല്ല, ഞങ്ങളതിന്റെ ഫോട്ടോകളും കാര്യമൊന്നും കണ്ടില്ല. ഇനി അതന്നെയാണോ വേറെ ആണോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടില്ല. എന്തായാലും വളരെ സന്തോഷം, എല്ലാവർക്കും നന്ദി. വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ നരഭോജിയായ കടുവ തന്നെയാണോ എന്നൊരു വ്യക്തത വന്നിട്ടില്ല. അപ്പൊ അത് ആണെങ്കിൽ വളരെയധികം സന്തോഷം. ഞങ്ങളെ എല്ലാ പിള്ളേർക്കും നാട്ടുകാർക്കും ഒക്കെ പുറത്തിറങ്ങി സംസാരിക്കാം, അല്ല പുറത്തിറങ്ങി നടക്കാന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അതിലധികം വളരെ സന്തോഷമുണ്ട്. അത്രയേ ഉള്ളൂ പറയാനിപ്പോ. അനീഷ്, ആളുകളുടെ മുഖത്തെ ആശ്വാസം, ശബ്ദത്തിലെ ആശ്വാസം ഒക്കെ നമുക്ക് കേൾക്കാം. പക്ഷെ അപ്പോഴും അവർക്ക് ഉറപ്പില്ല ഇതാ നരഭോജി കടുവ തന്നെയാണെന്ന് ഉറപ്പിക്കാതെ അവർക്കൊരു സമാധാനമില്ല. ഈ ആൾക്കൂട്ടം ഈ കടുവയെ പിടിച്ച ഭാഗത്താണോ ഇപ്പോൾ ഉള്ളത്? കടുവയെ കണ്ടെത്തിയ ഭാഗത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഏതാണ്ട് ഉറപ്പാണ്, അല്ലെങ്കിൽ അത്തരമൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. നരഭോജിയായ കടുവ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നാട്ടുകാരുടെ ചോദിക്കാം. അവരുടെ വലിയ സന്തോഷമായി. നമുക്ക് കടുവ ചത്തവയാൽ എല്ലാവർക്കും നല്ല സന്തോഷമായി. ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമുക്കതുകൊണ്ട് സന്തോഷമായി. എല്ലാം ഇറങ്ങി നടക്കാലോ എല്ലാവർക്കും. അതിൽ വലിയ സന്തോഷമായി. നിർബന്ധമായിട്ട് ഞങ്ങള് കൺഫേം ചെയ്യണോ അത് ഇവിടുന്ന് കിട്ടിയെന്നാണെന്ന് അറിയണ്ടേ? എന്നേലും ദിവസം ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അതൊന്ന് കൺഫേം ചെയ്യണല്ലോ. കാരണം ഇവിടുത്തെ ഒരു കടുവ കിട്ടിയെന്ന് തന്നെയാണ് ഇതന്നെയാണോ കടുവ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യണം. അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ. അതിപ്പോ എന്തായാലും നോക്കുന്നുണ്ടല്ലോ. നോക്കാം, നമുക്ക് കൺഫേം ചെയ്യണം. എന്നാൽ ജനങ്ങളുടെ ഭീതി ഒരു പരിധി വരെയൊക്കെ മാറി കിട്ടിയ ഒരു അവസ്ഥയിലുള്ളത്. വെടിവെച്ച് പിടിച്ചിട്ട് നമ്മള് ചത്തനിലെ കണ്ടെന്നാണല്ലോ പറയുന്നത്. ഇനി അതന്നെയാണോ എന്നൊന്ന് ഉറപ്പ് വന്നാലേ നമ്മളെ പേടി ഫുള്ളായിട്ട് പോവുള്ളൂ. ഇപ്പൊ എങ്ങനെ പിടിച്ചെന്ന് നമുക്കറിയണം. ഇതിപ്പോ ചത്തനിലെ കണ്ടെന്നാണല്ലോ നമ്മൾ അറിയുന്നത്. ഇപ്പൊ പകുതി നമുക്കൊന്ന് സമാധാനമുണ്ട്. എന്നാലും അതന്നെയാന്ന് അറിഞ്ഞാൽ നമുക്ക് ഫുൾ സമാധാനം ഉണ്ടാവും. ഞാൻ നരഭോജി കടുവ തന്നെയാണോ എന്ന് നമുക്ക് അറിയണം. അതൊക്കെ എന്നിട്ട് ആ കടുവ തന്നെയാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നടക്കുവാണ്. അപ്പൊ അതിന് കിട്ടിയതിൽ സന്തോഷമുണ്ട്. പക്ഷെ അതന്നെയാന്ന് പറഞ്ഞാലേ നമുക്ക് കൂടുതൽ സന്തോഷമാവുള്ളൂ. ശ്രീജിത്താണ് നാട്ടുകാർ പറയുന്നത്. ഈ കടുവയെ പിടികൂടിയതിൽ, അതിനെ കൊന്നതിൽ വലിയ സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ കടുവ ഏതാണ്, ഈ നരഭോജിയായ കടുവ തന്നെയാണോ ഇതെന്ന് അറിയണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവർ കഴിഞ്ഞ 2-3 ദിവസമായി പ്രതിഷേധത്തിലായിരുന്നു. അവർ വലിയ പ്രതിഷേധം. ചേട്ടാ, നമ്മൾ ഇന്നലെ കണ്ടതാണ് ഒരുപാട്. ചേട്ടനൊക്കെ വളരെ രോഷാകുലനായി സംസാരിച്ചു. പക്ഷേ തൊട്ടടുത്ത ദിവസം ഫലമുണ്ടായിരിക്കും. അല്ല, ഇപ്പൊ ഫലം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടാണ് എന്താക്കാൻ പറ്റില്ല. അതിന്റെ സ്ഥിരീകരണം കഴിയാണ്ടാണ് വിശ്വസിക്കാൻ പറ്റില്ല. ഈ കടുവ തന്നെയാണോ എന്നുള്ളത് പൂർണ്ണമായി അറിഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്താണോ പൂർണ്ണമായ സന്തോഷമാവും, മനസ്സിലേക്ക് തൃപ്തിയാവുള്ളൂ. എന്നാലേ ഞങ്ങൾ ഭയം തീരുള്ളൂ. അപ്പൊ ആ സ്ഥിരീകരണം കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ കടുവന്റെ നരഭോജി തന്നെയാണ് എന്ന് പൂർണ്ണമായി ഉറപ്പിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്താക്കാൻ പറ്റൂ, പൂർണ്ണമായിട്ട് സന്തോഷിച്ച് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ കടുവയെ പിടിച്ചെന്നുള്ള വലിയൊരു ആവേശത്തിൽ ഞങ്ങളിപ്പോ ഇല്ല. അതിന് സ്ഥിരീകരണം വരണം. വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ. അതിന് സന്തോഷം. അവിടെ ഇപ്പൊ ചെറിയ സമയം ഞങ്ങൾക്ക് കളിക്കാൻ പോകാൻ നമ്മളെ മക്കൾക്ക് പോകാനുള്ളത് അങ്ങനെ സ്ഥിരീകരണം കൺഫേം ആയാല് സന്തോഷമാണ്. ഞങ്ങൾക്ക് പിടിച്ചതിൽ വലിയ സന്തോഷം ഉണ്ടാവും. ആളുകൾക്കൊക്കെ സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നുള്ളതായിരിക്കാം. ഈ നരഭോജിയായ കടുവ തന്നെയാണോ കൊല്ലപ്പെട്ടിരിക്കുന്നത്, ആ കടുവയാണോ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു കാര്യം എങ്ങനെ തോന്നുന്നു? കഴിഞ്ഞ 2-3 ദിവസമായി വളരെ രീതിയിൽ തന്നെയായിരുന്നു നമ്മളുണ്ടായത്. പക്ഷെ ഇതന്നെയാണോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരണം. പിന്നെ ഇത് കൊന്നതാണോ അതല്ല ഇത് വല കുടുങ്ങിയതാണോ എന്നുള്ളതിലേക്കുള്ള കർശനമായ ഇത് ഞങ്ങൾക്ക് കിട്ടണം. അത് അത്ര മാത്രമേ ഉള്ളൂ. ഇതിപ്പോ നമുക്ക് ചത്തു പിന്നെ വന്നു എന്നത് മാത്രമല്ല നമുക്ക് അറിയുന്നുള്ളൂ. ചെറിയൊരു ആശ്വാസം. പക്ഷെ ഈ ആശ്വാസം പൂർണ്ണമാകണമെങ്കിൽ ഇത് കൊന്നതാണോ അല്ലെ വലയപ്പെട്ടതാണോ അല്ലെ വേറെ എവിടുന്നേലും കൊണ്ടുപോയിട്ടതാണോ എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നവരെ ഞങ്ങൾക്ക് ഇപ്പോഴും ഭീതി തന്നെയാണ് ഞങ്ങളിപ്പോ മുന്നോട്ട് പോകുന്നത്. അതിലൊരു ഉറപ്പ് വേണം. അത് ഉറപ്പായിട്ടില്ല, കൺഫേം ആവണം. ഇപ്പൊ ചത്ത നിലയിൽ നിന്നാണല്ലോ അവർ പറഞ്ഞത്. അപ്പൊ എന്താന്നുള്ളത് അറിഞ്ഞിട്ട് നമ്മൾ